അജയുടെ സ്മൃതി മണ്ഡപത്തിൽ വെച്ചാണ്. ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ പഠിക്കുവാൻ വേണ്ടി പോയ പ്രീ-ഡിഗ്രി വിദ്യാർത്ഥി 1997 സെപ്റ്റംബർ മാസം 3-ാം തീയതി പകൽ നേരത്ത് ചെമ്പഴന്തിക്കു സമീപം ഉദയഗിരിയിൽ വെച്ച RSSന്റെ കാപാലികർ വെട്ടിനുറുക്കുമ്പോൾ പ്രിയപ്പെട്ട അജയുടെ ശരീരത്തിൽ 20-ലേറെ കഷണങ്ങളായി അവിടെ തകർന്നു വീഴുമ്പോൾ അജയുടെ പ്രസ്ഥാനം അന്നുകൂടി അവസാനിക്കുമെന്ന് കരുതി. ഉദയഗിരിയിലെ ഓടയിലേക്ക് അജയിനെ വെട്ടിത്തള്ളുമ്പോൾ അതുപോലൊരു ഓടയിൽ ഈ പ്രസ്ഥാനവും അന്ത്യവിശ്രമം കൊണ്ടുകൊള്ളും എന്ന് കരുതി RSSുകാർ. പക്ഷേ ചരിത്രം നമ്മളെ കുറ്റക്കാരല്ലെന്ന് വിധിച്ചു. കുറ്റക്കാരൻ അവരെ വിധിച്ചു. കലാലയങ്ങൾ RSSനെ ABVPയുടെ വർഗീയ രാഷ്ട്രീയത്തെ കാലഘട്ടത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പുറംകാലുകൊണ്ട് വലിച്ചൊറിഞ്ഞു. SFIയെ അവരുടെ ഹൃദയങ്ങളിൽ കൊട്ടാരം കെട്ടിപ്രതിഷ്ഠിച്ചു. അതാണ് ഈ സംഘടന. 40 സംവത്സരക്കാലത്തിന് പുറം ഇന്നിതാ 1997 ഞങ്ങൾക്ക് നഷ്ടമായ അജയ് ഇന്ന് ഈ 2011 SFIയുടെ 36-ാം തിരുവനന്തപുരം ജില്ലാ സമ്മേളന നഗരിയിലേക്കുള്ള ഈ ദീപശിഖ ഞങ്ങളുടെ കരങ്ങളിലേക്ക് പകർന്നത് മറ്റാരുമല്ല പ്രിയപ്പെട്ട സഖാക്കളെ, ഞങ്ങളുടെ പ്രിയങ്കരനായ രക്തസാക്ഷി സഖാവ് അജയിന്റെ പ്രിയപ്പെട്ട പിതാവാണെന്ന് ഓർമ്മിക്കണം. സ്വന്തം മകനെ നഷ്ടപ്പെട്ട പിതാവ്, മകനെ നഷ്ടപ്പെട്ട വേദനയല്ല, മറിച്ച് മകൻ പിടിച്ച കൊടി, ആ ദീപശിഖയും ആ പതാകയും അന്തരീക്ഷത്തിന്റെ അനന്തതയിൽ വീണ്ടും വീണ്ടും ഉയർന്നു പറക്കുന്നത് കാണാൻ കൊതിക്കുന്ന ഇതുപോലെയുള്ള അനശ്വര രക്തസാക്ഷികളുടെ പിതാക്കന്മാർ, മാതാക്കൾ, കുടുംബാംഗങ്ങൾ, അവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത്. അവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത്. സ്വന്തം മക്കളെ പോലെ പിന്നെ വരുന്നൊരു തലമുറയെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന SFIയെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ഈ തിരുവനന്തപുരം ജില്ലയിലെ 1,14,000 അംഗങ്ങൾ, അവർ 1,14,000 പേരും എന്റെ മകനാണെന്ന് അജയിനെ പോലെയാണെന്ന് കരുതുന്ന അജയിന്റെ പിതാവ്, അജയിന്റെ പിതാവാണ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഈ ദീപശിഖ പകർന്നു തന്നത്. തിരുവനന്തപുരത്തെ ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ LNCPയിലെ ഈ ദേശീയ കായിക താരങ്ങൾ ആ പതാകയെ പകർന്നെന്ന ദീപശിഖ അണയാതെ സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ 1970 ഇവിടെ ഈ തിരുവനന്തപുരത്ത് വെച്ച് പകർന്ന ഈ പ്രസ്ഥാനത്തിന്റെ ദീപശിഖ നാളിതുവരെയായി 4 പതിറ്റാണ്ടുകാലമായി അണഞ്ഞു പോകാതെ നമ്മുടെ പൂർവികർ ഇന്നലെ വരെയുള്ളവർ കാത്തു സൂക്ഷിച്ചതുപോലെ 36-ാം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം കടന്ന് നമ്മുടെ ജില്ലയിലെ സംഘടന മുന്നോട്ട് കുതിക്കുമ്പോൾ 40 സംവത്സരങ്ങൾക്ക് മുമ്പ് പകർന്ന, ഇന്നിപ്പോൾ സഖാവ് അജയിന്റെ പിതാവ് നമ്മുടെ കരങ്ങളിലേക്ക് പകർന്ന ഈ രക്തസാക്ഷിക്കുന്നിന്റെ ഓർമ്മകൾ വേറുന്ന ഈ ദീപശിഖ ഒരിക്കലും അണയാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ 36-ാം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ ആവേശപൂർവ്വം ഇവിടെ വെച്ച് ഈ ദീപശിഖാരാടിയെ വരവേറ്റ തിരുവനന്തപുരത്തിന്റെ ചരിത്രപിറങ്ങുന്ന കേരളത്തിന്റെ സമരക്കരുത്തുകളായ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ അഭിമാനങ്ങളായ വിദ്യാർത്ഥികളെ സ്നേഹപൂർവ്വം SFIയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.